സർക്കാരിൻ്റെ മുഖത്തേറ്റ കനത്ത ഒരു അടിയാണ് അത്. നവകേരള സർവേ നടത്താനുള്ള സർക്കാർ ഉത്തരവ് റദ്ദാക്കിയ ഹൈക്കോടതി നടപടിയെക്കുറിച്ചുള്ള മുതിർന്ന കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തലയുടെ പ്രതികരണം ഇങ്ങനെയായിരുന്നു. രമേശ് ചെന്നിത്തലയുടെ വാക്കുകൾ അക്ഷരം പ്രതി ശരിവെക്കുന്നതാണ് ഇന്നത്തെ ഹൈക്കോടതി വിധിയും. ധനകാര്യ അനുമതിയോ ബജറ്റ് വകയിരുത്തലോ ഇല്ലാതെ തീർത്തും ഏകപക്ഷീയമായി സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച ഒരു ഉത്തരവിനെ എടുത്ത് അറബിക്കടലിൽ ഒഴുക്കുന്നതാണ് ഹൈക്കോടതി ഉത്തരവ്. പാർട്ടി പ്രവർത്തകരെ ഉൾപ്പെടുത്തി സർക്കാർ ഖജനാവിൽ നിന്ന് കോടികൾ പൊടിച്ച് PR വർക്ക് നടത്താനുള്ള നീക്കമാണ് ഹൈക്കോടതി തടഞ്ഞിരിക്കുന്നത്. ഇത് സംബന്ധിച്ച് ഹൈക്കോടതി ഉത്തരവിലുള്ളതാകട്ടെ ഗുരുതരമായ പരാമർശങ്ങളും. സർക്കാർ ഉത്തരവ് പോലും വരുന്നതിന് മുൻപ് CPMന്റെ അണികൾക്ക് ഈ സർവേയെക്കുറിച്ച് എങ്ങനെ വിവരം ലഭിച്ചു എന്ന അതീവ ഗുരുതരമായ ഒരു ചോദ്യം കൂടി ഹൈക്കോടതി ചോദിക്കുകയുണ്ടായി. ഈ ചോദ്യത്തിന് കൃത്യമായ ഒരു മറുപടി പറയാൻ സാധിക്കാതെ വന്നതോടെയാണ് സർവേക്ക് പൂട്ടിടാൻ ഹൈക്കോടതി തീരുമാനിച്ചത്. ചീഫ് ജസ്റ്റിസ് സൗമൻ സെൻ, ജസ്റ്റിസ് VM ശ്യാംകുമാർ എന്നിവരുൾപ്പെട്ട ഡിവിഷൻ ബെഞ്ചിൻ്റേതാണ് ഈ ഒരു ഉത്തരവ്. നവകേരള സിറ്റിസൺസ് റെസ്പോൺസ് പ്രോഗ്രാം എന്ന പേരിലായിരുന്നു സർക്കാർ നവകേരള സർവേ നടത്താൻ തീരുമാനിച്ചിരുന്നത്. 2026 ജനുവരി 1 മുതൽ 2026 ഫെബ്രുവരി 28 വരെ 80 ലക്ഷത്തോളം വീടുകൾ കയറിയിറങ്ങി വിവരശേഖരണം നടത്തുന്ന രീതിയിലായിരുന്നു സർവേ പരിപാടി. കോളേജ് വിദ്യാർത്ഥികളെ അടക്കം സർവേക്കായി രംഗത്തിറക്കാനും സർക്കാർ ഉത്തരവിറക്കിയിരുന്നു. തുടക്കം മുതൽ സർക്കാരിൻ്റെ PR വർക്കാണ് ഇതെന്നു പറഞ്ഞ് പ്രതിപക്ഷം നടത്തിയ രാഷ്ട്രീയ പോരാട്ടമാണ് ഒടുവിൽ ഇന്ന് വിജയം കണ്ടത്. പെരുമ്പാവൂർ ഓടക്കാലി സ്വദേശിയായ KSU സംസ്ഥാന ജനറൽ സെക്രട്ടറി MH മുബാസും KSU സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവ്യറും സർക്കാരിൻ്റെ ഈ നടപടി ചോദ്യം ചെയ്ത് ഹൈക്കോടതിയിൽ എത്തിയതോടെ രാഷ്ട്രീയ പോരാട്ടം കോടതി കയറി. രാഷ്ട്രീയ ക്യാമ്പയിനുകളുടെ മറവിൽ സർവേ പാടില്ല എന്നായിരുന്നു ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിൻ്റെ നിരീക്ഷണം. ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ഡിവിഷൻ ബെഞ്ച് സർക്കാരിനെ നിശിതമായി വിമർശിക്കുകയും ചെയ്തു. ധനകാര്യ അനുമതിയോ ബജറ്റ് വകയിരുത്തലോ ഇല്ലാത്ത സർവേ കൃത്യമായും സാമ്പത്തിക നിയമത്തിൻ്റെ വ്യതിചലനമാണ് എന്നും ഹൈക്കോടതി നിരീക്ഷിച്ചു. ഹൈക്കോടതിയുടെ ഈ നിരീക്ഷണങ്ങളെക്കുറിച്ചാണ് സർക്കാരിൻ്റെ കരണത്തേറ്റ അടിയെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തലയുടെ പ്രതികരണം. സർക്കാർ സംവിധാനങ്ങൾ ദുരുപയോഗം ചെയ്ത് പാർട്ടി ക്യാമ്പയിൻ നടത്തുന്നതിനെതിരെ നടത്തിയ രാഷ്ട്രീയ പോരാട്ടം വിജയം കണ്ടതിൻ്റെ സന്തോഷം ചെന്നിത്തലയുടെ വാക്കുകളിലുണ്ട്. ഇതിലും വലിയ അടി ഇനി സർക്കാരിന് കിട്ടാനില്ല എന്നും സർക്കാർ ഉദ്യോഗസ്ഥരെ ഉപയോഗിച്ച് തെരഞ്ഞെടുപ്പ് ഒരുക്കം നടത്തിക്കാനുള്ള ശ്രമം തടഞ്ഞ കോടതി തീരുമാനം ശരിയായ അർത്ഥത്തിലാണ് എന്നും ചെന്നിത്തല പറഞ്ഞിരുന്നു. പാർട്ടിക്ക് വേണ്ടി സർക്കാർ ഉദ്യോഗസ്ഥരെ കൊണ്ട് വിടുപണി ചെയ്യിക്കുന്നത് നാണംകെട്ട പരിപാടിയാണ് എന്നുകൂടി ചെന്നിത്തല വ്യക്തമാക്കുന്നുണ്ട്. സർക്കാരിൻ്റെ വികസനക്ഷേമ പ്രവർത്തനങ്ങളെക്കുറിച്ച് ജനങ്ങൾക്ക് പറയാനുള്ളത് കേൾക്കാനുള്ള പദ്ധതി എന്ന നിലയിലായിരുന്നു നവകേരള സർവേ മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രഖ്യാപിച്ചത്. എന്നാൽ ഇത് നിയമസഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചുള്ള അഴിമതിയാണ് എന്ന തരത്തിലായിരുന്നു രാഷ്ട്രീയ നിയമ പോരാട്ടം പ്രതിപക്ഷം പ്രഖ്യാപിച്ചത്. പ്രതിപക്ഷത്തിൻ്റെ ആരോപണങ്ങൾ ശരിവെക്കുന്ന തരത്തിലുള്ളതാണ് ഹൈക്കോടതിയുടെ പരാമർശങ്ങളും. KSUവിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവറും സംസ്ഥാന ജനറൽ സെക്രട്ടറി മുബാസുമാണ് രാഷ്ട്രീയമായ നിയമ പോരാട്ടങ്ങൾക്ക് മുന്നിൽ നിന്നത്. സർവേക്ക് വേണ്ടി നിരവധി CPM പ്രവർത്തകരെ ഒരു പോർട്ടൽ വഴി കണ്ടെത്തിയിരുന്നു. വീടുകൾ കയറി പരിപാടി നടത്തുകയും ചെയ്തു. എന്നാൽ CPM പ്രവർത്തകരെ ഉപയോഗിച്ച് സർക്കാർ നടത്തുന്നത് രാഷ്ട്രീയ പരിപാടിയാണ് എന്ന് ഹർജിക്കാർ കോടതിയിൽ വാദിച്ചു. ഈ വാദങ്ങൾ ശരിവെക്കുന്ന തരത്തിലാണ് ഇപ്പോൾ ഹൈക്കോടതിയുടെ നിരീക്ഷണം. സർവേയെക്കുറിച്ച് CPM പ്രവർത്തകർക്ക് എങ്ങനെ മുൻകൂർ അറിവ് ലഭിച്ചു എന്നായിരുന്നു കോടതിയുടെ പ്രധാനപ്പെട്ട ചോദ്യം. പാർട്ടി ഇതെങ്ങനെ അറിഞ്ഞു എന്ന ചോദ്യത്തിന് CPMന് വിശ്വസനീയവും കൃത്യവുമായ വിശദീകരണം നൽകാനായില്ല എന്നാണ് കോടതിയുടെ നിരീക്ഷണം. ആക്ഷേപത്തിൽ നിന്ന് ഒഴിഞ്ഞുമാറുന്ന മറുപടിയാണ് CPM സംസ്ഥാന സെക്രട്ടറി നൽകിയത്. ഇത് ഹർജിക്കാരുടെ ആരോപണത്തിന് ബലം നൽകുന്നതാണ് എന്നും ഹൈക്കോടതി ഉത്തരവിൽ പറയുന്നുണ്ട്. ചെന്നിത്തലയുടെ വാക്കുകൾ കടമെടുത്താൽ കോടതിയുടെ ഈ നിരീക്ഷണം സർക്കാരിനും CPMനും കിട്ടിയ കരണത്തടിയാണ് എന്ന പ്രയോഗം ശരിയായ അർത്ഥത്തിലാണ്. മുബാസിൻ്റെ ഹർജിയിൽ നിരവധി തവണ വാദം കേട്ട ശേഷമാണ് ഹൈക്കോടതി ഈ ഒരു തീരുമാനത്തിൽ എത്തിയത്. ഇതോടെ ജനങ്ങളുടെ പൊതുപണം ഉപയോഗിച്ചുള്ള മറ്റൊരു സർക്കാർ സ്പോൺസേഡ് PR പരിപാടി കൂടി പൊളിയുകയാണ്. സർക്കാരിൻ്റെ ക്ഷേമ പ്രവർത്തനങ്ങൾ ജനങ്ങളിൽ എത്തിക്കാനും ജനങ്ങളുടെ അഭിപ്രായം അറിയാനുമുള്ള പരിപാടി എന്നാണ് സർക്കാർ ഇതിനെ വിശേഷിപ്പിച്ചത് എങ്കിലും നികുതി പണം ഉപയോഗിച്ചുള്ള തെരഞ്ഞെടുപ്പ് പ്രചാരണം എന്ന പ്രതിപക്ഷത്തിൻ്റെ രാഷ്ട്രീയ ആക്ഷേപം ഹൈക്കോടതി ഉത്തരവിലൂടെ ശരിവെക്കപ്പെടുകയാണ്. സർക്കാർ സംവിധാനങ്ങൾ ഉപയോഗിച്ച് ഇടതുമുന്നണിയുടെ അജണ്ട നടപ്പാക്കുകയാണ് എന്നായിരുന്നു പ്രതിപക്ഷം ആരോപിച്ചിരുന്നത്. സ്പെഷ്യൽ PR ക്യാമ്പയിൻ്റെ പേരിൽ 20 കോടി രൂപ അനുവദിച്ചതിൽ റൂൾസ് ഓഫ് ബിസിനസിൻ്റെ ചട്ടലംഘനം ഉണ്ടായതായി വിലയിരുത്തിക്കൊണ്ടാണ് ഹൈക്കോടതി നവകേരള സർവേ റദ്ദാക്കുന്നത്. പണം അനുവദിച്ചത് ചട്ടലംഘനമാണ് എന്നും കോടതി നിരീക്ഷിച്ചിട്ടുണ്ട്.
കൂടാതെ സർവേ നടത്തിയ രീതിയിലും കോടതി സംശയം പ്രകടിപ്പിച്ചു. 2025 ഒക്ടോബർ 8-നാണ് നവകേരള സർവേ നടത്താനുള്ള തീരുമാനം സംസ്ഥാന സർക്കാരിന്റെ മന്ത്രിസഭ എടുക്കുന്നത്. എന്നാൽ ദിവസങ്ങൾക്ക് മുൻപ് തന്നെ പാർട്ടി സെക്രട്ടറി അവരുടെ കേഡർമാർക്ക് ഒരു കത്തയച്ചു. ഈ കത്ത് ഹർജിക്കാർ കോടതിയിൽ ഹാജരാക്കി. ഇത് തള്ളിക്കളയാനാകില്ല എന്നായിരുന്നു കോടതിയുടെ വിലയിരുത്തൽ. സർവേ നടത്താനുള്ള തീരുമാനം സംസ്ഥാന സർക്കാർ എടുക്കുന്നതിന് മുൻപ് തന്നെ പാർട്ടി സെക്രട്ടറി അവരുടെ കേഡർമാർക്ക് കത്തയക്കുന്നു. സർവേക്ക് വേണ്ടിയുള്ള പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യാൻ ആവശ്യപ്പെട്ടുകൊണ്ടാണ് ആ കത്തയച്ചിട്ടുള്ളത്. CPM അണികളെ രഹസ്യമായി കയറ്റാനുള്ള ഒരു നീക്കം പാർട്ടി നടത്തിയതിൽ സംശയിക്കേണ്ടിയിരിക്കുന്നുവെന്നാണ് കോടതി പറഞ്ഞത്. MV ഗോവിന്ദനെ കൂടി ഈ കേസിൽ കക്ഷി ചേർത്തിരുന്നു. പക്ഷേ പാർട്ടി സെക്രട്ടറി നൽകിയ സത്യവാങ്മൂലം തൃപ്തികരമല്ല എന്നാണ് ഹൈക്കോടതി പറഞ്ഞത്. മന്ത്രിസഭാ തീരുമാനപ്രകാരമാണ് സർവേ നടത്തിയത് എന്നായിരുന്നു സർക്കാർ കോടതിയിൽ സ്വീകരിച്ച നിലപാട്. സർക്കാർ പദ്ധതികൾ ജനങ്ങൾ എങ്ങനെ സ്വീകരിക്കുന്നുവെന്നും നാടിൻ്റെ പുരോഗതിക്കായി ഇനി എന്തൊക്കെ വേണമെന്നും മനസ്സിലാക്കാനുള്ള ഒരു വിവരശേഖരണം മാത്രമാണ് ഇതെന്നും സർക്കാർ വാദിച്ചുവെങ്കിലും കോടതി അംഗീകരിച്ചില്ല. എന്തായാലും നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ സർക്കാരിന് ലഭിച്ച വലിയ തിരിച്ചടിയായാണ് ഈ കോടതി വിധി വിലയിരുത്തപ്പെടുന്നത്.